എടുത്ത് പറയാം. എന്നാൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടി പറയാം. ഇന്നത്തെ കോസ്റ്റ്യൂം അടിപൊളിയാണ്. അടിപൊളി, സൂപ്പർ. ഇത് എവിടുന്നാണിത്? ഇത് തൃശ്ശൂരിലെ ഗാർണറ്റ് ബുട്ടീക്ക് നമുക്ക് വേണ്ടി ചെയ്തു തന്നതാ. ഓർണമെന്റ്സ് എന്റെ സ്വന്തം. ഇതൊരു ഗെയിമാണത്. ഏറ്റവും ലാസ്റ്റ് ഗെയിം അതാണ്. കൊക്കിന്റെ കഴുത്ത് വലിച്ചു നീട്ടണം. നിവർത്തി കാണിച്ചു കൊടുക്കണം. എന്താ അല്ല, കാലുണ്ട്, അതാ കാല് തറയിൽ മുട്ടി തന്നെ ഇരിക്കുന്നത്. ഇല്ല, ഇതൊരു അപൂർവതരം കൊക്കാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും കോസ്റ്റ്യൂംസിന്റെ ഭയങ്കര വെറൈറ്റി ആണല്ലോ. അകത്തുള്ളത് പുറത്ത് ആകെ മൊത്തത്തിൽ ഇത് എന്തത്? ആ തങ്കു നെണീറ്റുന്ന്. തങ്കച്ചനും സുധിയണ്ണനും കൂടെ എന്താണ് അഭ്യാസം? നല്ല ചേരുന്നുണ്ട് രണ്ടുപേരും കൂടെ. ഒന്ന് സെന്ററിലേക്ക് വരുമോ? ആക്ഷസം കൊടുക്കണം. ഈ ഇതിനകത്ത് എന്താ പ്രശ്നം? നിങ്ങൾ പറയും നോബി ചേട്ടാ. നല്ല രസമുണ്ട്. തമാശല്ലേ ഇത്? നിങ്ങൾ സ്ഥിരമാക്കുന്നത് നന്നായി. ഇടയ്ക്ക് ഈ ബ്ലൂവും കറുപ്പും പറ്റിട്ട് ഗോൾഡും കൂടെ ആക്കിക്കോ. ജീരകമിഠായി പോലെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ കാണുമ്പോ. എന്താ ഇന്ന് ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ആർക്ക് മൂഡ് ഓഫ്? ഇതിന് മൂഡ് ഓഫ് ഉണ്ടോ? മീശ വന്നു, അതിന്റെ ഒരു ചെറിയ മൂഡ് ഓഫ്. മീശ മുളച്ചടങ്ങി. മീശയില് വലിയ കാര്യമൊന്നുമില്ല. മീശ എടുക്കാൻ പറഞ്ഞെടുക്കും, പിന്നെ അത്രേ ഉള്ളൂ. ശരി, ഓക്കെ. മീശ എടുക്കാൻ പറഞ്ഞാൽ എടുക്കും. അപ്പൊ ഇന്ന് ഈ ടീം ഉണ്ടെങ്കിൽ മീശ എടുപ്പിക്കാം. ഞാൻ ഗെയിമിലല്ല പറഞ്ഞത്. ചേട്ടനോട് ഭയങ്കര ആരാധനയുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു പെർഫോമർ ആണ്. പക്ഷെ നിങ്ങളെല്ലാം മീശ കയറി പിടിക്കുന്നത് മനസ്സിലായി. ഞാൻ ആരോടും ഗൾഫിൽ നിന്ന് വന്നവരും ചോദിക്കില്ല ഇനി എന്ന് പോണെന്ന് പറയും പോലെ ഞാൻ ഇവിടെ വന്നപ്പോ മീശ വന്ന മീശ വന്ന. പക്ഷേ ഓഡിയൻസ് നിങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ എനിക്ക് ചിലരോട് പാർഷ്യാലിറ്റി ഉണ്ട് അങ്ങനെ. പക്ഷെ എനിക്ക് പ്രൂവ് ചെയ്യണം എനിക്ക് പാർഷ്യാലിറ്റി ഇല്ലാന്ന്. നവീന്റെ മീശ എടുക്കാൻ നമ്മൾ ഇനീഷ്യേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തങ്കു ഇങ്ങോട്ട് പറഞ്ഞത്, അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. അപ്പൊ എടുക്കാൻ പറഞ്ഞാൽ അത് സ്കിറ്റിനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞു. ഞങ്ങള് മീശ എടുക്കാൻ പറഞ്ഞ മീശ എടുക്കും. അവിടെ തൊപ്പി എടുക്കാൻ പറഞ്ഞാ തൊപ്പി എടുക്കുവോ? നീ ധൈര്യമായിട്ട് ഏറ്റോ മീശ എടുക്കാന്ന്. നമ്മള് തോക്കില്ല, നീ ഏറ്റോ. ഇന്നത്തെ എപ്പിസോഡില് നമ്മുടെ തങ്കുവിന്റെ വാക്കാണ് കഴിഞ്ഞൊരു 1.5 വർഷം കഷ്ടപ്പെട്ടിട്ട് കിളിർത്ത മീശ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ തേക്കുമരമല്ല, ഇത് 2 മുടിയാണ്. ഓക്കെ, ഇദ്ദേഹം തന്നെ പഞ്ച് ഡയലോഗ് പറഞ്ഞിരിക്കുകയാണ്. ഇത് തേക്കുമരല്ല, 2-3 മീശയുടെ ജസ്റ്റ് ഇതാണെന്ന്. ഓക്കെ, ശരി. അപ്പൊ ഉറപ്പാണ്? ഉറപ്പാണ്. അല്ലെ, ഉറപ്പ് പറയാൻ ഈ മീശ വേണം, ഈ മീശ വേണം. ഞാന് ഒരു സിനിമ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക, നീരജ് മാധവിന്റെ. സിനിമയുടെ പേര് കായ് എന്നാണ് സിനിമയുടെ പേര്. ധീരജിന്റെ മാറ്റിട്ട് തങ്കച്ചന്റെ നാഗമുള്ള സിനിമ. അപ്പൊ അതിന് എന്റെ പൊന്നിദേവതേ ഞങ്ങളെ കാണാം റിലീസിന്. ഞങ്ങളെല്ലാരും കൂടി തങ്കച്ചന്റെ കാണാൻ പോകും. ആ പടത്തില് വേറെ ആരുണ്ട്? നമ്മളിവിടെ ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടാ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. 2 ദിവസം എന്തിനാ റിലീസിന് തങ്കച്ചന്റെ കാണാന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ പിന്നെ സന്തോഷം. അപ്പൊ നീയല്ലടാ പറയണ്ട അളിയാ. പിന്നെ 7-ാം തീയതി എന്റെ കാർ റിലീസാണ്. എന്റെ കാർ കാണാൻ പറഞ്ഞൂടെ? പ്രിയമുള്ളവരെ, നാളത്തെ മാറ്റിനീക്ഷണം മുതൽ വിദുര തരംഗിണി സിനിമയിൽ പ്രദർശനങ്ങൾ ആരംഭിക്കുന്ന ഏറ്റവും പുതിയ ചലച്ചിത്രകാര്യം തങ്കച്ചന്റെ കാർ. ദിവസേന 3 പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. തങ്കച്ചന്റെ കാർ. ഷൂട്ട് നടന്നോണ്ടിരിക്കുകയാണ്. അതിനെന്താ ഷൂട്ട് നടന്നോണ്ടിരിക്കണ? തങ്കച്ചന്റെ കായയുടെ പരസ്യം പോയില്ല. പിന്നെ ഇത്രയും ഇതിൽ കൂടുതൽ എന്താളിയാ? ഇനിയിപ്പോ തങ്കച്ചന്റെ കാ നോക്കി നിൽക്കും ആൾക്കാർ നോക്കി കാണാനായിട്ട്. എനിക്ക് തങ്കച്ചന്റെ കായുടെ പോസ്റ്റർ എന്ന് കാണണം. നമുക്ക് വെക്കണം. ഞാൻ എന്റെ കാറിന്റെ ബാക്കില് തങ്കച്ചന്റെ കായുടെ ഒരു പോസ്റ്റർ നോബി. ഞാൻ തങ്കത്തിന് 2 കാ വെക്കും. 2 എന്തായാലും നിങ്ങളെ സമ്മതിക്കണോട്ടെ. കാരണം എനിക്ക് ഭയങ്കര അഭിനന്ദിക്കാൻ തോന്നാണ്. കാരണം നിങ്ങൾക്ക് ഈ സിനിമ കിട്ടാതെ തങ്കച്ച നിന്റെ കാ ഹിറ്റായ ഞങ്ങളെയൊക്കെ കാണാം. അപ്പൊ ഇതെല്ലാം ഈ ഒരു ചമ്മല് മാറ്റാൻ വേണ്ടിട്ട് തുടക്കത്തിൽ തന്നെ ഇനി 5-6 ദിവസത്തെ ഷൂട്ട് ഉണ്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞ പിന്നെ എന്നെ വിളിക്കും അവര്. ഏത് ഷൂട്ട് നടന്നിരിക്കണല്ലോ. കായ്ക്ക് ഇത്രയും പ്രൊമോഷൻ കൊടുത്ത തങ്കച്ചനല്ലേ ആ സിനിമയിൽ? ഇത് വേറെ ആരും പറഞ്ഞില്ല. സീരിയസ് ആയിട്ട് അളിയാൻ നിന്റെ കാ. ശരി, അപ്പൊ ഈ
അഭിനയിച്ച് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത്, പക്ഷെ വെറും പുഷ്പം, കേവലം പുഷ്പം പോലെയാണ് ഈ സിനിമയെ നമ്മൾ ഇത്രയും പ്രൊമോട്ട് ചെയ്ത് കൊടുത്തത്. ആ ഒരു സന്തോഷത്തിന്റെ ഭാഗത്തായിട്ട് കാ വെച്ചിട്ടൊരു പാട്ട്. കാ വെച്ചിട്ട് പാട്ടോടാ, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, പക്ഷെ എന്റെ വരി എനിക്ക് കറക്റ്റ് അല്ല. ഓക്കെ, കാ വെച്ചായാ മതി. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂട്ടിനിണയല്ല കൊഞ്ചു മൊഴിയല്ല കൂടെ വരൂ കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടെ കൂട്ടിനിണയല്ല ലാലലലലൽ കൂടെ വരൂ. എങ്ങനെയുണ്ട്? ചേരും. അല്ലല്ല, ഒരു പാട്ട് പഠിക്കഴിഞ്ഞാൽ ഞാൻ ആര് കണ്ടാലും ഒന്ന് നോക്കും രണ്ടുപേര്. അല്ല ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ അതിനൊരു ഇൻസെന്റീവ് എടുക്കും. ഇൻസെന്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൂലി എടുക്കും. അങ്ങനെ എടുത്തതേ ഉള്ളൂ. അല്ല, അത് കയ്യിലിങ്ങനെ ഒട്ടിപ്പോ. ചേട്ടാ, രണ്ടുപേരും ഭയങ്കര മാച്ചിങ്. വൈഗ കുറെ നാളുകൾക്ക് ശേഷം വന്നതാണ്. തങ്കുതുവരെ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടിട്ടുണ്ട്. ആ, ഓക്കെ. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്സും ആണ്. അതെ, ഇത് കറക്റ്റ് കുത്തമ്മനാറിന് താഴെ മെറ്റിലടിച്ചിട്ടേക്കും പോലെ. ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാം. മെറ്റിലല്ല പാറപ്പൊടി കൊണ്ട് ഇറങ്ങിയിട്ടേക്കണം. പക്ഷെ വൈകനെ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. വൈകേനെ മാത്രമല്ല, ആര് വന്നാലും ഞാൻ ശരിക്കും ടമ്മാർപ്പടാറിൽ വരാൻ കാരണം തന്നെ സത്യം പറഞ്ഞ വൈകയാണ്. നീ കഴിഞ്ഞ ആഴ്ച ജസീല അങ്ങനല്ല, കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞു. നമ്മുടെ വേണ്ടി ഞാൻ ചേച്ചി വന്നപ്പോ ലെന എടുത്ത് പറഞ്ഞതുപോലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിനക്ക് തന്നെ ചേച്ചി പാപ്പ അഭിനയിക്കണമെന്നായിരുന്നു ഏറ്റവും വലിയ. എന്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു, തങ്കച്ചേട്ട ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് വരുന്നത്. എല്ലാവരോടും അതേ പറയാം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാ പെമ്പിളേരിലും നോക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ വൈക യു ആർ സോ ബ്യൂട്ടിഫുൾ. ആക്ച്വലി ഇത് എനിക്ക് ലാസ്റ്റ് വീക്ക് പറഞ്ഞതായിരുന്നു. സത്യം നീ തീർന്ന് അവസാനം നീ അതിൽ പിടിച്ച കിട്ടല്ലടാ. ജസീലൊക്കെ എന്താണെന്ന് അറിയാമ്പോൾ ഇന്ന് ഭയങ്കര ദേഷ്യം എന്താണെന്ന് അറിയാമ്പോൾ വൈക വന്നുകൊണ്ടാണ്. ഇല്ല, ആക്ച്വലി ടീം മാറിയത് കൊണ്ട് മിസ്സിംഗ് നോബിച്ചേട്ട. നോബിച്ചേട്ട സംഭവമാണ്. നമുക്കൊന്ന് ഷഫിൾ ചെയ്താലോ? ഒരു പ്രശ്നമുണ്ട്. ആക്ച്വലി ഇതിൽ പ്ലിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ തങ്കമാണ്. ഞാൻ അവിടെ നീ കഷ്ടപ്പെട്ട് പിടിച്ചോണ്ടെന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ വിളിച്ചാലും ശരി, ഇവിടെ വിളിച്ചോണ്ട് നിർത്തിയ ഒരാളുണ്ട്. ആളുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ കോസ്റ്റ്യൂമിലൊക്കെ നല്ല ചേർച്ചുണ്ട്, നല്ല മാച്ച്, നല്ല രസമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചൊരു പ്ലാന്റ് ആയിരുന്നു. പ്ലാൻ ചെയ്ത്, അതായത് ഞാൻ റെഡ് ഷർട്ട് ഇട്ടിട്ട് വരും, റെഡ് ഷർട്ട് ഡ്രസ്, എന്റെ അടുത്ത് റെഡ് ഷർട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് എനിക്ക് ഒരാൾ സെലക്ട് ചെയ്ത് തന്നെയാണെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേട്ടാ, ഇത് എന്താണ്? ഇത് എന്തോ പോയ എനിക്കറിയാമല്ലേ. നിങ്ങൾ ഒരു സ്തുതി എന്തിനാ അവിടെ നടത്തിയേക്കുന്നത്? കൊല്ലം സുധി, രാത്രി ആരെങ്കിലും പിടിച്ചിട്ട് മഞ്ഞ ചുരിദാറിട്ടുണ്ട് വരാം. അയ്യോ ദൈവമേ, ഞാൻ ആരെടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, സുധിയണ്ണ നിൽക്കുന്ന എന്തിനാണെന്നറിയാം? വാഴ നനയുമ്പോ ചീരയെ കൂടെ നനയുമല്ലോ. രണ്ടുപേർക്കും രണ്ട് ചേരുന്നുണ്ട്. അത് രണ്ടുപേരും കറക്റ്റ് മാട്രിമോണിയൽ അവർ സെറ്റ് ചെയ്ത് നടക്കല്ലേ. എന്റെ അടുത്ത് പറഞ്ഞു കാ വെച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാനത് അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളും അതുപോലെ ഈ പറഞ്ഞ കാ വെച്ച് ഓരോ പാട്ട് പാടണം. നിന്റെ ഒരു കായും ഉണ്ട് അവന്റെ സ്വന്തമായിട്ട് ഒരു കായ കിട്ടിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ചെയ്തില്ലേ? ശരി, തങ്കച്ച, അല്ലെ നീ നിന്റെ കായും കൊണ്ട് നീ വേറെ കൊണ്ടുവരും പോണം. നിന്റെ കായം കൊണ്ട് ഞങ്ങളെ ശല്യപ്പെടുത്താൻ പറയണേ കേട്ടാ. എന്താ ഈശ്വര, കാ കാരണം ജീവിക്കാൻ വയ്യല്ല. ആർക്കും ഇല്ലാത്ത തങ്കച്ചന്റെ ഒരു കാ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഇതിലും ഇനി ഇവന്റെ കായ്ക്ക് സാറ്റലൈറ്റ് എത്ര കിട്ടുന്നു? ഇതിൽ ഞാൻ നിരപരാധിയാണ്. ശരിക്കും ഈ കാ എന്നത് നല്ല ചോദ്യം. അവ അഭിനയിക്കുന്ന സിനിമയുടെ പേരാണ്. അതെന്തുകൊണ്ട് ആ കാ എന്നുള്ള ഒരു പേര് വന്നു എനിക്ക് മനസ്സിലാവും. എനിക്ക് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നവീനെ ഞാനിന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ്.
കാരണം വന്ന അന്ന് മുതൽ ഇന്ന് വരെ നവീനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ആദ്യമായിട്ട് സെൻസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നവീൻ ചോദിച്ചിരിക്കുകയാണ്. അല്ല അതവൻ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കണം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അല്ല എനിക്കറിയണ്ടാണ് ഇപ്പൊ പറഞ്ഞ പോലെ ആ മനുഷ്യന്റെ മുഖം കാവോലെ ചെയ്യുന്നു. തങ്കത്തിന്റെ വേഷം എന്താണ് ഇതിനകത്ത്? ഞാൻ ഇതിലൊരു ബ്രോക്കറാണ്. എനിക്ക് ഒരു 7 ദിവസത്തെ ഡേറ്റ് ഉണ്ട്. 2 ദിവസത്തെ ഇത് ഞാൻ ചെയ്തോളൂ. ബാക്കി ഒരു 5-6 ദിവസം അവരെ ഇടയിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. റിലീസിംഗ് ഡേറ്റ് എനിക്കറിയില്ല. അപ്പം തീർച്ചയായിട്ടും ആ സമയങ്ങളിൽ നമ്മൾ ടമാർ പടാറിലൂടെ അതിന്റെ ഒരു പ്രൊമോഷൻ തരുന്നതായിരിക്കും. താങ്ക് യു. അപ്പൊ ഏതായാലും കാ വെച്ചിട്ടുള്ള ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഏതായാലും ഗെയിംസിലേക്കൊക്കെ കിടക്കാം. സോ നെൽസൺ ചേട്ടന്റെ ടീമിൽ നിന്ന് ഒരു പാട്ട്. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനോട് വണ്ടായി ചമഞ്ഞേനടി. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ വലിച്ചു നിന്നെ വീണച്ചിരിപ്പുണ്ട്. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ വലിച്ചു നിന്നെ വീണച്ചിരിപ്പുണ്ട്. കറുത്ത പെണ്ണേ നിന്നെ കാണാനിട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി. ഈ നല്ലൊരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഏതായാലും ടമാർ പടാറിന്റെ ഇന്നത്തെ ഗെയിം സെഷനിലേക്ക്, ഗെയിം സോണിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഏതായാലും ഈ ഒരു ഗെയിമിന്റെ പേരും തുടങ്ങുന്നത് കാ വെച്ചിട്ടാണ്. ഈ കായിനെ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോ അത് ഇംഗ്ലീഷിലേക്കൊക്കെ എന്താ, ഏത് ആൽഫബറ്റാ വരാ? കെ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗെയിമിന്റെ പേര് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. ഈ ഒരു ഗെയിമിന്റെ ഈ ഒരു പ്രോപ്പർട്ടീസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു ഗെയിമിന്റെ പേര് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവും. മൂവിംഗ് ഓൺ ടു ദ ഗെയിം, KK ജോസഫ്. ഓ, ഇത് ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. അത് ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. ഈ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, പേര് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, നിങ്ങൾ എല്ലാവരുമാണ് ജോസഫുമാരാവാൻ പോണത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ജോസഫുമാരാവാൻ പോണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ജസ്റ്റ് ലിഗ്മെന്റിന്റെ പ്രോബ്ലം ഉള്ളവർക്കും വളരെ സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റാവുന്ന ഒരു ഗെയിമാണിത് എന്ന് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ളത് പറഞ്ഞുതരാം. കാരണം ലിഗ്മെന്റിന്റെ പ്രോബ്ലംസ് ഉള്ളവർ പണ്ട് മുള്ളുവേലികൾ ഒരുപാട് ചാടിയിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ വിചാരിച്ചാൽ മതി. സിമ്പിൾ ഗെയിം. അതായത് 2 ടീമും ഒരുമിച്ചായിരിക്കും കളിക്കുന്നുണ്ടായിരിക്കുക. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, അപ്പുറത്തെ ടീമിൽ ഒരാൾ വരുന്നു. നിങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് ഒരുമിച്ചായിരിക്കും. അതായത് ചാടി 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 ഏറ്റവും നിങ്ങൾ അവിടെ പോയിട്ട് ആ മുളക് ബജി ആക്കിയിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് ബജി ഉണ്ടാക്കാം. ആ മുളക് പകുതി കടിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചു വരുന്നത് ചാടി ചാടിയല്ല, നുഴഞ്ഞായിരിക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ നുഴഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരണം. ആൻഡ് അടുത്ത ആൾക്ക് ഒരു പാസ് കൊടുക്കണം. പാസ് കൊടുത്താൽ മാത്രമാണ് അടുത്ത ആൾക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുമിച്ച് നിങ്ങൾ വരണം എന്നില്ല. ആരാണോ ആദ്യം പാസ് കൊടുക്കുന്നത് അവർക്ക് ഇങ്ങോട്ട് വരാം. അങ്ങനെ ഫൈനലി ഏറ്റവും ആദ്യം ആപ്പിൾ കടിച്ചെടുക്കുന്ന ടീം ആയിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. Moving on to the game, KK ജോസഫ്. അപ്പൊ ഇതിലും ജസീല ജോസഫും അതുപോലെ തന്നെ നമ്മുടെ തങ്കു ജോസഫും റെഡിയാണ്. പാരുടെ ചാടിക്കടക്കലാണ് ഏറ്റവും അടിപൊളിയാവുന്നത്. നമുക്ക് നോക്കാം. ഒറിജിനൽ ജോസഫ് നെൽസൺ. ഞാനിങ്ങനെ പറയും, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ് ഈ നെൽസൺ ജോസഫ്. എന്റെ അപ്പന്റെ പേര് ജോസഫ് എന്നാണ് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയാം. ശരി, അപ്പൊ ഇതിൽ എന്റെ അപ്പന്റെ പേരും ജോസഫ് എന്നാണ്. 2 പേരുടെ അപ്പന്മാരുടെ പേരും അതാണോ? 2 ജോസഫ്മാരാണ്. ഒരു മിനിറ്റ് ഞാൻ ഈ ഗെയിം വന്ന് എന്താ കാര്യം വെച്ചാൽ വൈകിണ്ടാവുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ച ഇവൻ വന്ന് പറയാൻ പറ്റും, അയ്യോ എന്റെ അപ്പന്റെ പേര് ജോസഫ് എന്ന് പറയാൻ പറ്റും. അത് മോശമായി അല്ലെ, ഒരു അവസരം കിട്ടിയപ്പോ അങ്ങനെ പറയല്ലേ, സ്വന്തം അപ്പന്റെ പേര് മാറ്റാം. ഈ നവീനുണ്ടല്ലോ ടേപ്പ് റെക്കോർഡർ പോലെ എങ്ങനെ പ്ലേ, ഏതാണ് പുതിയതായിട്ട് ഒരാൾ വരണേ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ ആള് വരണേ, ഇവിടെ അപ്പൊ പ്ലേ ബട്ടൺ വരും, ആ സെയിം ഡയലോഗ് അങ്ങോട്ട് വരും. എല്ലായിടത്തും ഡയലോഗ് ഒന്ന് മാറ്റി പിടിക്കാളിയാ. അതാണ് മലയാളത്തിൽ ഇവിടെ എല്ലാരും കോയി എന്ന് വിളിക്കുന്നത്. ഏതായാലും നമ്മുടെ ചേട്ടന്മാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്.
പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ ഇരുന്ന് ഈ ഗെയിം കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കായിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഈ ഗെയിമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പെർഫോമറിന്, അതായത് ബെസ്റ്റ് പെർഫോമറിന് നമ്മുടെ വൈകിയുടെ കൂടെ ഡാൻസ് കളിക്കാനുള്ള സുവർണ്ണ So your time starts now. അടിപൊളി, അടിപൊളി. കൈ നോക്കിയിട്ട്, കൈ നോക്കിയിട്ട്, കൈ നോക്കിയിട്ട്. Okay, good, good. Very good, very good, very good. പോടാ, പോടാ, മതി, ചാടാ. വഴിയൊക്കെ തെറ്റിപ്പോയോ? വഴി തെറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, അവനവന്റെ കോട്ടിൽ മാത്രം മുളക് കഴിക്കാം. ഇനിയുണ്ടോ? സംഭവിച്ചു. ജസീല പറയുന്നു, ജസീലയുടെ ടീമും പറയുന്നു ഞങ്ങളാണ് ആപ്പിൾ കഴിച്ചെന്നുള്ളത്. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഒന്നും കിട്ടിയിട്ടില്ല, വെറുതെ സാങ്കല്പികം മാത്രം ആ ഒരു ആപ്പിൾ കഴിച്ചത്. ആൻഡ് മാൻവയാണെങ്കിൽ നന്നായിട്ട് കടിച്ച് ചവച്ച് അരച്ചിട്ടൊക്കെ ആയിരുന്നു ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. ഫോർ ദ ടൈമിങ് അത് കഴിച്ചിറങ്ങി കഴിഞ്ഞു കേട്ടോ. സോ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ കെ കെ ജോസഫ് ഇതല്ല ഇതിനാക്കുന്ന കുട്ടി നന്നായിട്ട് വേല് ചാടുന്നുള്ളത് തെളിയിച്ചുകൊണ്ട് ഇതിൽ ലീഡ് ചെയ്തത് ഡോബി മാർക്കോസ് ആൻഡ് ടീം. ഈ ഗെയിം കഴിയുമ്പോൾ ഇങ്ങനെ ജയിച്ചു നിൽക്കുന്നത് നോബിച്ചേട്ടന്റെ ടീമാണെങ്കിലും ഞാൻ ഒരു കാര്യം ആദ്യം പറയുന്നു. അതായത് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമറിന് വൈകിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പറ്റുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ചേട്ടന്മാരും വേണ്ടത്ര ഒരു രീതിയിൽ കളിച്ചില്ല. സോ ഇവർക്കായിട്ടൊരു ഒരു തവണ കൂടി നമ്മളൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ചേട്ടന്മാര് മാത്രം ഇങ്ങനെ അയ്യോ നവീൻ എന്താ മുഖം ഇങ്ങനെ അതുപോലെ തൊടുത്ത് നിൽക്കണേ, വേഗം പറയൂ വേഗം പറയൂ. ശരി, ഓക്കെ, ടാസ്ക് ഇത്ര മാത്രമേ ഉള്ളൂ. അവിടെ ഒരു താക്കോല് കിട്ടിയിട്ടുള്ളൂ, അതാണ് പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ഇവരിപ്പോഴേ തുടങ്ങി ഇവിടുന്ന് കിലിച്ചിട്ട്. നവീൻ, ആവേശമൊക്കെ നല്ലതാണ്. പണ്ട് സ്വയംവരത്തിൽ വില്ലെടുത്ത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? അതൊന്നും ആലോചിച്ചൊക്കൊള്ളാം, എനിക്ക് അതാണ് ഓർമ്മ വരണത്. ശരി, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ചേട്ടന്മാരെ മാത്രം നിർത്തിയിട്ട് ഇതിലെ ബെസ്റ്റ് പെർഫോമറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. തങ്കു അതൊക്കെ ഞാൻ എപ്പോഴേ ആവുന്നൊക്കെ. ശരി, ഇത്ര മാത്രമേ ഉള്ളൂ. 2 മുളക് അവിടെ വെച്ചിട്ടുണ്ട്. ഈ എന്താ പറയാ ഹവ്വ അറിയാലോ, അതുപോലെ ആപ്പിളൊക്കെ പിടിച്ച ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ചാടി 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 പോയിട്ട് ജസ്റ്റ് ഈ മുളക് കടിക്കുക, തിരിച്ചിങ്ങോട്ട് വരിക. വേണമെങ്കിൽ അടുത്ത ആൾക്ക് പാസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീണ്ടും വന്നിട്ട് ആദ്യം ആരാണോ ആപ്പിൾ കടിക്കുന്നത് അവർക്കായിരിക്കും ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോണത്. അത് ഞാൻ തന്നെ കാണാം നമുക്ക്. ഇല്ലെങ്കിൽ പകുതി മീശ എടുക്കണ്ടോ? ഞങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പോയാലോ? അല്ലെങ്കിൽ പകുതി മീശ എടുക്കുന്നുണ്ടോ? അല്ല, ഒരു ഡൗട്ട് ഇവിടെ എല്ലാം ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ച് പോയാൽ എങ്ങനെയുണ്ട്? 5 പേര് ഒരുമിച്ച് ചെല്ലാത്ത പാഞ്ചാലി അല്ലല്ലോ. All right. നോട്ട് പോയി
നവീന്റെ അപ്പൊ പാഞ്ചാലി അവിടെ ഉണ്ട്. ബാക്കിയെല്ലാം 1, 2, 3, 4, 5. ആദ്യം പോവാ, മുളക് കടിക്കുക, തിരിച്ചു വരിക, എന്നിട്ടാണ് പിന്നെ പോയിട്ട് ആദ്യം ആരാണ് ആപ്പിൾ കടിക്കുന്നത്. പിന്നെ അവിടെ ഉന്തി മാറ്റിലൊന്നുമില്ല. ഓക്കെ, ആപ്പിൾ എടുത്താലും മതി, നോ പ്രോബ്ലം, കടിക്കണമെന്നില്ല. തങ്കു നണമാവുന്നു. ഓക്കെ, ശരി.